ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ഗോപി ചന്ദ്രൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോറക്സ് ബ്രോക്കറിന്റെ കീഴിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, ആ റെഗുലേറ്ററി അല്ലെങ്കിൽ ആ ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെബി പോലുള്ള റെഗുലേഷൻസ് ഉണ്ട് അല്ലേ? ഈ ഫോറക്സ് ബ്രോക്കേഴ്സിന് അത് വളരെ കുറവാണ്. ഒരുവിധ അധിക ഫോറക്സ് ബ്രോക്കേഴ്സും എന്താ ചെയ്യുന്ന വെച്ചാൽ അവര് ആഫ്രിക്കൻ കൺട്രീസിലായിരിക്കും അവരെ ലൈസൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അവരുടെ റെഗുലേറ്ററീസ് ഉണ്ടാവുന്നത് ആഫ്രിക്കൻ കൺട്രീസിലായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഡ്രോവൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റില്ല അല്ലെ? ഈവൻ നിങ്ങൾക്ക് ഈ ബന്ധപ്പെട്ട അതോറിറ്റീസിന്റെ അടുത്ത് വരെ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളായിട്ട് ചെയ്ത ഒരു മിസ്റ്റേക്കാണ്. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു റെഗുലേറ്ററി ആയിട്ടുള്ള ഒരു ബ്രോക്കറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ അവരെ കീഴിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എനിക്ക് പല കോൾസും വരുന്നുണ്ട്, വീക്കിലി ഒരു കോളെങ്കിലും വരും. ഈ ബ്രോക്കറിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം, ഈ ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വിഡ്രോവൽ കിട്ടുന്നില്ല, എന്റെ പൈസ അവര് എന്നെ കൊണ്ട് ഹെഡ്ജ് ചെയ്യിപ്പിച്ചു, അങ്ങനെ പല പല ഇഷ്യൂസും വരുന്നുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിന്റെ കീഴിൽ മാത്രം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ യു എയിലാണെന്നുണ്ടെങ്കിൽ എസ്കാ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. ഈ റെഗുലേഷൻസിന്റെ കീഴിൽ വരുന്ന ബ്രോക്കേഴ്സിന്റെ അടുത്ത് മാത്രം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. സോ എസ്കാ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൊമോഡിറ്റി അതോറിറ്റിയാണ്. ഇപ്പം നാട്ടിലെ സെബി ഉള്ള പോലെ തന്നെയാണ് നമുക്ക് സെക്യൂരിറ്റി കൊമോഡിറ്റി അതോറിറ്റി. അങ്ങനെയുള്ള ബ്രോക്കേഴ്സിന്റെ കീഴിൽ ട്രേഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വിഡ്രോവൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടുക. സോ ഇപ്പൊ അടുത്ത് തന്നെ യു എയിൽ വലിയൊരു ഫോറക്സ് ബ്രോക്കർ സ്കാം നടത്തിയിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് വന്നിരിക്കുന്ന ന്യൂസ്. ദുബായ് ഇൻവെസ്റ്റർ ലൂസ് മില്യൺ ഓഫ് ദിറംസ് ആസ് ബ്രോക്കറേജ് ഫേം വാനിഷസ് ഓവർനൈറ്റ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇത് ബ്രോക്കറേജ് കമ്പനി, ഇതാണ് കമ്പനി. പോലീസ് കംപ്ലൈന്റ് ഹാസ് ബീൻ ഫയൽഡ് അഗേൻസ്റ്റ് ബോത്ത് ഗൾഫ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സ് ആൻഡ് സിഗ്മ വൺ ക്യാപിറ്റൽ. അവർക്ക് ഇൻവെസ്റ്റേഴ്സിന് ആകെ കിട്ടിയിരിക്കുന്നത് ഒരു കുറച്ച് വെള്ളും മോപ്പുമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ബിസിനസ് ബേയിലാണ് ഈ കമ്പനീസ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ന്യൂസിൽ ഞാൻ നിങ്ങൾക്ക് പോസ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നിങ്ങൾ പല ആളുകൾക്കും ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഈ കമ്പനി മാത്രമല്ല, ഇവിടെ ഒരുവിധ അധികം, ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എ ബുക്കും ബി ബുക്കും തമ്മിലുള്ള വ്യത്യാസം, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് വളരെ അത്യാവശ്യമാണ് ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിന്റെ കീഴിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ആരും ഫോം വിളിച്ചു വെച്ചിട്ട് നിങ്ങൾ അപ്പത്തേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും നിങ്ങൾക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. സോ നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ADSS എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. ADSS ബ്രോക്കറാണ്, ഫോറക്സ് ബ്രോക്കറാണ്, UAE ബേസ്ഡ് ആയിട്ടുള്ള ബ്രോക്കറാണ്, എസ്കാ റെഗുലേറ്റഡ് ആണ്. ഇതിൽ നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈസ് ഓതറൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ സെക്യൂരിറ്റീസ് ആൻഡ് കോമോഡിറ്റി എസ്ക. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി. ബാക്കിയുള്ള ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ബ്രോക്കറിന്റെ കീഴിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും പറയാം, നാട്ടിലുള്ള ആളുകൾ, അതായത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വാലിഡ് എമിറേറ്റ്സ് ID വേണം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ഇനിയിപ്പം ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഫോറക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാം. റെഗുലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റിന്റെ കൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ നിന്നും ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ബ്രോക്കറിന്റെ കീഴിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഈ ബ്രോക്കറിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾ ആ ലിങ്ക് തന്നെ ക്രിയേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് കമ്മീഷൻസ് കൂടുതലായിരിക്കും, അവർ കമ്മീഷൻസ് ഒക്കെ ചാർജ് ചെയ്യും. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി അപ്രൂവൽ എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. സോ നിങ്ങൾക്ക് നല്ലൊരു ഇതിൽ തന്നെ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ പറയുന്നത് വീണ്ടും ഞാൻ പറയാം, UAE ആൻഡ് GCC കൺട്രീസിലുള്ളവർക്കാണ്. ഓക്കെ, സോ ക്ലയന്റ് പോർട്ടലിലേക്ക്, അതായത് ഇപ്പൊ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോവുക ഇതേപോലെ ഒരു ആപ്ലിക്കേഷനിലാണ്. നിങ്ങൾക്ക് UAE പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UAE പാസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെ UAE പാസ് വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യാം. അല്ല, നിങ്ങൾ മാനുവലി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മാനുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളുടെ പേരും
നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പാസ്വേഡും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുക്കുക, ട്രേഡർ പ്രൊഫൈൽ കൊടുക്കുക, ട്രേഡിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. സോ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നമ്മൾ ഫുൾ ടൈം സപ്പോർട്ടാണ്, 24/7 സപ്പോർട്ടാണ്. ഈ നമ്പർ കൊടുക്കാം. 24 എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ വൺസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു RM-നെ കിട്ടും. ഓക്കെ. പിന്നെ ഈ കമ്പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി 2011 മുതൽ ഈ കമ്പനി ഉണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 14 years ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. ഫസ്റ്റ് എസ്ക റെഗുലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്റ്റോക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, എനിക്ക് ഈ ഫോറക്സ് വേണ്ട, US സ്റ്റോക്സ്, അതായത് US ഇപ്പൊ ഇന്ത്യയിൽ സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് US സ്റ്റോക്സിനും ഇവിടെ നിന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അത് പല ആളുകൾക്കും അറിയില്ല എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. സോ അങ്ങനെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് കയറിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരും. ഓക്കെ. സെയിം ഡീറ്റെയിൽസും ക്രെഡൻഷ്യൽസും ഒക്കെ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ആ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ത്രൂ നിങ്ങൾക്ക് US സ്റ്റോക്സിൽ ഓൾമോസ്റ്റ് മോർ ദാൻ 11,000 സ്റ്റോക്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ETFസിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. നിങ്ങളെ ഫസ്റ്റും ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി എവിടെയും പോവില്ല. ഓക്കെ. കാരണം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടുള്ള ബ്രോക്കറിന്റെ കീഴിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇത് തന്നെയാണ് കിട്ടുക. നിങ്ങൾക്ക് വിഡ്രോവലിന് ഇഷ്യൂസ് ഉണ്ടാവില്ല, ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ട്രേഡിങ്ങിന് സപ്പോർട്ട് വേണ്ട ആളുകൾക്ക് രണ്ട് തരത്തിലാണ്. ഇപ്പൊ നിങ്ങൾ അക്കൗണ്ട് ലിങ്ക് വെച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രീ സെഷൻ എടുത്ത് തരുന്നുണ്ട്. ഓക്കെ. അതിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ UAE-യിലുള്ള ആളുകൾ, GCC-യിലുള്ള ആളുകൾക്കും ഫ്രീ സെഷൻ എടുത്ത് തരുന്നുണ്ട്. എങ്ങനെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം, ചെറിയ ചെറിയ രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവരെ, അതായത് ADSS പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നൽസ് അല്ല, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവർ അയക്കുന്ന മെയിൽസ് അല്ലെങ്കിൽ അവർ അയക്കുന്ന മെസ്സേജസ്, ലൈവ് അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വൺസ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സർവീസസും ഇതിന്റെ കൂടെ തന്നെ തരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, പല ആളുകളും ചോദിച്ചു എന്താണ് നമ്മളെ കോപ്പി ട്രേഡിങ്ങിന്റെ അപ്ഡേറ്റ്. ഓക്കെ. നമ്മൾ ഇതിന്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കോപ്പി ട്രേഡിംഗ് എങ്ങനെയാണ് കോപ്പി ട്രേഡിംഗ് എങ്ങനെ പോകുന്നത്. ആ കോപ്പി ട്രേഡിംഗിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യാം. അതും എസ്ക റെഗുലേറ്റഡ് ബ്രോക്കർ തന്നെയാണ്. പക്ഷെ ഈ ബ്രോക്കറിന്റെ കീഴിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്ന MT4 ആണ്. പിന്നെ കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോപ്പി ട്രേഡിംഗ് കുറച്ച് ഡ്രോ ഡൗൺ ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇപ്പൊ ഈ ലാസ്റ്റ് ഒരു 1 month ആയിട്ട് നല്ല റിക്കവറിങ് സ്റ്റേജിലാണ്, നല്ല റിട്ടേൺസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്കും ആ കോപ്പി ട്രേഡിങ്ങിന്റെ ഭാഗമാവാം. അതായത് അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നിങ്ങൾ ജസ്റ്റ് ആ ഇൻസ്ട്രക്ഷൻസ്, ആ വീഡിയോ കണ്ടിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതി. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡ്രോ ഡൗൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒക്കെ റെക്ടിഫൈ ചെയ്ത് ഇപ്പൊ നമ്മളൊരു മാനുവൽ ഇന്റർഫിയറൻസും ആ ഒരു കോപ്പി ട്രേഡിൽ നടക്കുന്നുണ്ട്. ഓക്കെ. സോ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ് ഉള്ളത്. സോ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും 24/7 സപ്പോർട്ടിന് നിങ്ങൾ ആ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.